നമ്മളെ ചെറുപ്പകാലത്ത് നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടല്ലേ വളർന്നിട്ടുണ്ടാവുക. ആമൻ്റെയും മുയലിൻ്റെയും സിംഹത്തിൻ്റെയും കുറേ ആനിമൽസിൻ്റെ ഒക്കെ കഥകൾ. പക്ഷേ ഇവിടെ UK കുട്ടികളെ കഥകളിൽ ഈ ഡ്രാഗൺസും ഡൈനോസേഴ്സും ഒക്കെ നല്ലോണം വരലുണ്ട്. നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് നമ്മൾ കഥകളിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് അത്ര അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കലില്ല എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ കാർട്ടൂണുകളിലൊക്കെ കാണലുണ്ട്, എന്നാലും ഇവിടുത്തെ കൂടുതൽ അത്ര ഒബ്സെഷൻ നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് ഈ ഡൈനോസേഴ്സിനോടൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് ഡൈനോസേഴ്സിനോടൊക്കെ ഉള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഇവരതിനെക്കുറിച്ച് ശരിക്കും പഠിക്കും. അതിൻ്റെ എക്സ്റ്റിങ്ഷനെ കുറിച്ച്, അവരെങ്ങനെയായിരുന്നു, അവരെ ഫുഡ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, അതായത് നമ്മൾ സയൻറ്റിഫിക്കലി പഠിക്കുന്ന സാധനങ്ങളൊക്കെ ഇവർ അതിനോടുള്ള ഇഷ്ടം കാരണം പഠിച്ചിട്ടുണ്ടാവും. ചെറിയ കുട്ടികൾക്ക് വരെ അതിനെക്കുറിച്ച് അറിയും. പിന്നെ ഇവർ ബർത്ത്ഡേക്ക് പ്രസൻ്റ് ആയിട്ട് വരെ ഡൈനോസേഴ്സിനെയും ഡ്രാഗണിനൊക്കെ വേണമെന്ന് പറയും. ഞങ്ങളെ സ്കൂളിൽ തന്നെ ഒരു കുട്ടി വന്നാണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഓൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്, അപ്പോൾ ഓൻ്റെ ഡാഡി ഓന് ഡൈനോസേഴ്സിനെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആകെ 2 ഡൈനോസേഴ്സേ ഇനി ഭൂമിയിലുള്ളൂ, അതിൽ ഒന്നിന് 20 ബില്യൺ പൗണ്ട്സ് ആവും, പക്ഷെ ഡാഡി ഓന് വാങ്ങിത്തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട്.